ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിനീസ് കിച്ചൻ. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി മീറ്റ് റോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു മീറ്റ് റോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. ഫസ്റ്റ് നമുക്ക് മാവ് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ സാധാരണ രീതിയിൽ കുഴച്ചാൽ മതി. അപ്പോൾ നമ്മൾ മിക്സിയുടെ റിവ്യൂ ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ മൈദാമാവ് കുഴയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ മുട്ടക്കേക്കിനുള്ള മാവ് കുഴയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ മൈദ ഒന്ന് കുഴച്ച് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ രീതിയിൽ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് മാവിടെ നന്നായിട്ട് തന്നെ കുഴഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കൊത്തി അരിഞ്ഞിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസുള്ള 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ക്യാരറ്റ് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ക്യാരറ്റ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയുടെ പച്ചമണം മാറുന്ന അത്രയും നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. മസാലയുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ബീഫ് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്തതാണ്. അപ്പം ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ഇതിൽ ചേർക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ക്യാരറ്റ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഞാനിവിടെ 10 ബോൾസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പം ഇതുപോലെ ഒരു സൈഡിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ സൈഡിലാക്കി വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം 2 സൈഡും ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യാം. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഫസ്റ്റ് പരത്തിയെടുത്തതിന് ശേഷം സൈഡിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ റോൾ ചെയ്യുന്ന സമയത്ത് റോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം അവിടെ നിന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കെല്ലാം സിമ്പിളായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കാം. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മീറ്റ് റോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ മീറ്റ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈസി ആയിട്ട് ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.